അയ്യോ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ എന്താ പറയുന്ന ഒരു സ്പെഷ്യൽ എപ്പിസോഡെന്ന് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു വാക്ക് വോട്ട് ഓഫ് താങ്ക്സ്, ഒരു നന്ദി പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തമ്മിലേൽ കണ്ട പോലെ തന്നെ നാളെ നിങ്ങളിത് ഒരു പക്ഷേ നിങ്ങളിത് കാണുമ്പോൾ ജൂലൈ 2-ാം തീയതി നമ്മുടെ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി. ഒരു വർഷം കംപ്ലീറ്റ് ആവുകയാണ് നാളെ. ഞാനിപ്പം ഇത് 1-ാം തീയതി ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം നാളെ ജൂലൈ 2 ആകുമ്പോൾ ഒരു വർഷം നമ്മൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ യൂട്യൂബ് ചാനൽ പൂർത്തിയാക്കി. അപ്പോൾ ഇതിന് നന്ദി പറയാനുള്ളത് നിങ്ങളോട് ഓരോരുത്തരോടുമാണ്. പ്രത്യേകിച്ച് മിഡ് ക്യാപ് ഡോക്ടറിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയത്തില്ല, സീനിയേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയത്തില്ല, അവർ ആയിരുന്നു ആദ്യം. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം അത് ഏകദേശം അതിനകത്തൊരു 400 പേർക്ക് 300-400 പേരേ ഉള്ളായിരുന്നു. അങ്ങനെയാണ് ഗ്രൂപ്പ് കുറേ നാൾ കൊണ്ട് നടന്നു. അതിനുശേഷമാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിനുശേഷം യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മളൊരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അതിനകത്തിലിപ്പോൾ ഏകദേശം ഒരു 1500 പേരോളം ആ ഗ്രൂപ്പിൽ മാത്രമുണ്ട്, 2 ഗ്രൂപ്പായിട്ട്. അപ്പം ഞാനിപ്പോൾ എന്തിനായിരിക്കും വന്നെന്ന് പറയാൻ കാര്യം, ജസ്റ്റ് നിങ്ങളോടൊരു നന്ദി പറയാൻ വേണ്ടി മാത്രമാണ്. ആദ്യമൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാർ മാത്രമേ കാണാറുള്ളായിരുന്നു. അപ്പം നമ്മൾ തുടങ്ങിയ സമയത്ത് ഏകദേശം ഒരു 60 വ്യൂ, 70 വ്യൂ, 100 വ്യൂ, 150 വ്യൂ അങ്ങനെയൊക്കെ ഉള്ളത്. മാക്സിമം പോയാൽ ഒരു 250 വ്യൂ ഒക്കെ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോസിന്. അപ്പോൾ അന്ന് ഭയങ്കര നിരാശയായിരുന്നു കേട്ടോ. ആദ്യത്തെ തുടങ്ങി കഴിഞ്ഞൊരു 1-2 മാസം കഴിഞ്ഞപ്പം നല്ല നിരാശയായിരുന്നു. കാരണം ഇത് രക്ഷപ്പെടത്തില്ല. പക്ഷേങ്കിൽ അന്നും എന്നെ മോട്ടിവേറ്റ് ചെയ്ത ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞു, അല്ല ചേട്ടാ, ചേട്ടൻ്റെ ലെവലുകൾക്ക് വേണ്ടി ആൾക്കാർ കാത്തു നിൽക്കുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞ് പലപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്തായാലും അത് പിന്നെ ഗ്രാജുവലി കൂടി പിന്നെ 500 വ്യൂസായി. ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ എല്ലാ ദിവസവും 1000-ൽ കൂടുതൽ ആൾക്കാർ, 1Kയിൽ കൂടുതൽ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നന്ദി പറയുന്നത് ദൈവം തമ്പുരാനോടാണ്. അതിനുശേഷം എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോട് ഓരോരുത്തരോടും. നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങളെന്നോട് കാണിക്കുന്ന സ്നേഹവും സഹകരണവും, ഈ വീഡിയോയോട് പ്രതികരിക്കുന്നതും, കമൻ്റ് ഇടുന്നതും, ലൈക്ക് ചെയ്യുന്നതും എല്ലാം എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോട് മാത്രമാണ്. നിങ്ങളാണ് ഈ ചാനലിനെ ഇത്രത്തോളം വളർത്തിയത്. ഓക്കെ, അപ്പം അതിന് ഞാൻ എന്താ പറയേണ്ടത്, നിങ്ങളോട് ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സഹകരണം തുടർന്നും നിങ്ങൾ എന്നോട് കാണിക്കണം. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് നിന്ന് എനിക്ക് വലിയ വരുമാനമൊന്നും കിട്ടുന്നൊന്നുമില്ല. ഇപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളത് കാണിക്കാം. എനിക്ക് എത്ര വരുമാനം കിട്ടുന്നത് കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ 1000 പേര് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു $3 വല്ല കൂടുതൽ കിട്ടത്തുള്ളൂ. ഒരു $3 മാക്സിമം, ഒരു $3 അല്ലെങ്കിൽ $3.5, $2 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി എത്ര എല്ലാ ദിവസവും വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കണം. നിങ്ങൾക്കറിയാമല്ലോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പം അത് മാത്രമല്ല, ഈ കിട്ടുന്ന പൈസ, ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഏറിയ പങ്കും ഞാൻ ഓരോ ചാരിറ്റി കാര്യങ്ങൾക്ക് വേണ്ടി ആണ് അത് ഉപയോഗിക്കാറ്. അല്ല, ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി അങ്ങനെ കൂടുതലത് ഉപയോഗിക്കാറില്ല. അതിൽ നിങ്ങളിൽ ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ പലർക്കും അറിയാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് അങ്ങനെ വലിയ വരുമാനം അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ അന്നേരത്തെ കാര്യം അപ്പോൾ നമുക്ക് അന്നേരം നോക്കാം. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ എന്നോട് ഈ കാണിച്ച എല്ലാ സഹകരണത്തിനും ഒരിക്കൽ കൂടി ഹൃദയംഗമായ നന്ദി പറയുന്നു. ഓക്കെ, തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ഓർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ അതൊന്ന് കാണിച്ചേക്കാം. നമ്മുടെ ബാക്കി കാര്യങ്ങളോട് ജസ്റ്റ് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചേക്കാം. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന സംഭവം. ഈ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഇതുവരെ 950 പേര് ഈ വീഡിയോ കാരണം വീഡിയോ ലേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ ആൾക്കാർ വ്യൂ കുറവുള്ളത്. ബാക്കി എല്ലാ ദിവസങ്ങളും നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ നമ്മുടെ വീക്കിലി അനാലിസിസ്
1500 പേർക്ക് അടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ബാക്കി എല്ലാ ദിവസവും 1500 1000 വ്യൂസിന് മുകളിൽ നമുക്ക് വരാറുണ്ട് ഇല്ലേ. അപ്പോൾ ഇതിന് കിട്ടിയ പൈസ കൂടെ നിങ്ങളൊന്ന് കാണണമല്ലോ, അതുകൂടെ നിങ്ങളൊന്ന് കാണിച്ചേക്കാം. ഇപ്പോൾ കഴിഞ്ഞ വീക്കിലെ അനുസരിച്ച് ഞാൻ ചെയ്തു 1500 പേരോളം ഈ വീഡിയോ കണ്ടു അല്ലേ. ഈ വീഡിയോ കണ്ടപ്പം അതിന് കിട്ടിയ പൈസ കിട്ടും 6 രൂപ 56 പൈസ. ഇതെങ്ങനെ കിട്ടി? 6.56 എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പിന്നെ സപ്പോർട്ട് ചെയ്തില്ലേ മറ്റേ 89 രൂപ കൊടുത്ത്. അപ്പോൾ അത് 1-2 പേര് അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ഈ 6.56 എന്ന് പറഞ്ഞ സംഭവം വന്നേക്കുന്നത്. അപ്പം നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. 1500 എണ്ണം ഉള്ളത് തന്നെ ഇതൊന്ന് നോക്കിയേക്കാം. അതിൻ്റെ തൊട്ട് താഴെയുള്ള അതും 1500 പേരോളം കണ്ടിട്ടുണ്ട്. അതിന് എത്ര പൈസ കിട്ടി നോക്കാം. $4.41. ഇതിനകത്തിലും 1-2 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും കൂടുതൽ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു $2 $3 കാണാറുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇത് നോക്ക്, ഇതും 1000 പേര് കണ്ട വ്യൂ ആണ്. ഓക്കെ, കണ്ടോ? 1000 പേര് കണ്ടപ്പോൾ എത്ര കിട്ടിയത്? $1.69 ഇതിനകത്ത് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് കിട്ടുന്ന വരുമാനം. മനസ്സിലായില്ലേ? അപ്പോൾ 1000 പേര് കണ്ടെങ്കിലേ ഇത്രയും കിട്ടത്തുള്ളൂ. മറ്റേ $6 നിങ്ങൾ കണ്ടത് അതിനകത്തിലിപ്പോൾ 1 2 3 4 പേര് പിന്നെ നിങ്ങൾ എന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ടാണ് അതിനകത്തിൽ അത്രയും എമൗണ്ട് കണ്ടത്. അപ്പം അല്ലാതെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന സംഭവം $1 $1.5 $2 $3 നമുക്ക് സാധാരണഗതിയിൽ കിട്ടാറുള്ളൂ. അപ്പം ഞാൻ നിങ്ങളിതൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വ്യൂസിനും എല്ലാ വീഡിയോയ്ക്കും ഏകദേശം 1000 പേരിൽ കൂടുതൽ വ്യൂസ് ഉണ്ട്. കണ്ടോ? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് 1000 വീക്കിലാണെങ്കിൽ 1500 പേര് കാണുന്നുണ്ട്. ബാക്കിയെല്ലാം 1000 പേർക്കടുത്ത് കാണുന്നുണ്ട്. പക്ഷേ നമ്മളിത് തുടങ്ങിയ സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വ്യൂസ് വളരെ കുറവായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2-3 മാസം കൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഇത്രയും അതൊക്കെ നോക്കിക്കണ്ടോ 600 700 ഗ്രാജുവലി 700 അങ്ങനെ ആയിരുന്നു വരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പിന്നെ കുറച്ചൊരു മെച്ചം ഉണ്ടായത്. അപ്പം കണ്ടോ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് 700 800 ആ റേഞ്ചിലേക്ക് 600 ഒക്കെ ആ റേഞ്ചിലൊക്കെ ഉള്ളായിരുന്നു. അപ്പം അതിനുശേഷം ഗ്രാജുവലി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഒക്കെ ഉണ്ടായതിന് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഒരു സഹകരണമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ചാനലിനകത്തിലോട്ടൊന്ന് പോയി നോക്കാം. ചാനലിനകത്തിലോട്ടൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്നാണ് ഇത് തുടങ്ങിയത്. ഇതാ നോക്ക്, ജൂലൈ 2 കേട്ടോ. ജൂലൈ 2 ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ നാളെ ആകുമ്പോൾ 1 കൊല്ലം പൂർത്തിയാകും. ഓക്കെ, 5450 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 5450 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നിലവിൽ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എന്നെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. നമ്മൾ മൊത്തം ഈ വർഷം 338 വീഡിയോ ചെയ്തു. അതായത് യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ നിന്നല്ല, ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ആരും ഈ വർഷം, ഈ ഒറ്റ വർഷം, ഈ ഒരു വർഷം ഒരു ദിവസം പോലും പ്രീ മാർക്കറ്റ് ഞാൻ മുടക്കിയിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം പോലും പ്രീ മാർക്കറ്റ് മുടക്കാതെ. ഇതിനിടയിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു ചെറിയ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ മരിച്ചു. ഇതിനിടയിലൊക്കെയും നിങ്ങളെ മുഷിപ്പിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം അപ്പോൾ എനിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു, ഒരു ദിവസം പോലും വീഡിയോ മുടക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിരിക്കുക. അപ്പോൾ ഒരു ദിവസം ആഴ്ചയിൽ 5 ദിവസവും പിന്നെ സ്പെഷ്യൽ വീഡിയോയും എല്ലാം കൂടെ ചേർത്ത് ഒരു 365 ദിവസമാണല്ലോ ആകെ ഉള്ളത്. 165 ദിവസത്തിൽ 2 ദിവസം ഹോളിഡേ ആണ്. എങ്കിൽ തന്നെ അതിനകത്തിൽ ഒരു ദിവസം കൂടെ നമ്മൾ വീക്കിലി അനാലിസും അല്ലെങ്കിൽ സ്പെഷ്യൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് 338 വീഡിയോ. നാളെ കൂടെ ആകുമ്പോൾ ഇന്നത്തെ വീഡിയോയും കൂടെ ആയി കഴിയുമ്പം 339 340 വീഡിയോ ആകും മൊത്തം. 325 വീഡിയോ, 25 വീഡിയോ ഉള്ളൂ. ഒരു വർഷത്തിൽ 325 ദിവസം ഉണ്ട്. അതിൽ 25 വീഡിയോ കുറവുള്ളൂ, 25 കുറവുള്ളൂ. ഒരു വർഷം കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രീ മാർക്കറ്റ്. ഒരു ദിവസം പോലും പ്രീ മാർക്കറ്റ് ഇതിലോട്ട് മുടക്കിയിട്ടില്ല. എൻ്റെ അസുഖത്തിൻ്റെ സമയത്തായാലും ആശുപത്രിക്കട സമയത്തായാലും അമ്മ മരിച്ച സമയത്തായാലും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു. അപ്പം ആ ഒരു ആത്മാർത്ഥതയാണ് നിങ്ങളെന്നോട് കാണിക്കുന്നത് എനിക്കറിയാം. പലരും ഇൻബോക്സിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഈ ഒരു സഹകരണം അടുത്ത വർഷവും നിങ്ങൾ എന്നോട് കാണിക്കണം. നമ്മുടെ ചാനലിനെ കൂടുതൽ വളർത്തണം. ഓക്കെ, ഞാൻ വളരുമ്പം നിങ്ങളും കൂടാണ് വളരുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. അപ്പം എല്ലാവരോടും
ഒത്തിരി നന്ദി. ഈ സപ്പോർട്ട് ഇനിയും എന്നും ഉണ്ടാകണം. ഓക്കെ, താങ്ക് യു ഓൾ.